Hello friends, this is me Shafna. Once again welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഫുജേറ കോർഫുക്കാൻ ബീച്ചിലേക്കാണ്. അതേപോലെ പോകുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളും മലകളും മറ്റായിട്ട് അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂ ടണൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടണൽ. അതായത് 2015 ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടണലാണ്. അതേപോലെ 5 ടണലുകളാണ് വരുന്നത്. ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ടണലുള്ള കാരണം നമുക്ക് റൂട്ടുകളൊക്കെ ഒന്നും കൂടി എളുപ്പമായി കിട്ടുകയാണ് കോർഫുക്കാനിലേക്ക്. ഈ മലകളൊക്കെ തുറന്നിട്ടാണ് ഈ ടണൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്തിട്ടുണ്ടാവണം ഈ ഒരു ടണലിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ബീച്ച് നല്ല വ്യൂ ഉണ്ട്. അതേപോലെ തന്നെ നല്ല തിരക്കും കാണാനുണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പാർക്കിംഗ് ഒക്കെ ഫില്ലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാമിലീസ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ എൻജോയ് ചെയ്യാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോസ് കാണാം എങ്ങനെയുണ്ട് എന്നൊക്കെ.
ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരക്കുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. നമ്മുടെ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ട്, ഇക്കാടെ ഫ്രണ്ടും അവരുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ മക്കളാണ് ഇത്, നിയ ആൻഡ് നിഹ. അപ്പോൾ നിഹാനെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആളുടെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ എല്ലാവരും കൂടി ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഇവിടുന്ന് എല്ലാവരും കൂടി കഴിച്ച്. അപ്പോൾ അങ്ങനെ പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈഡേ ആയതുകൊണ്ടാവും മേ ബി നല്ല തിരക്കുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറാവില്ല, വേറെ കുട്ടികൾക്കാണെങ്കിലും ക്ലാസ്സും കാര്യങ്ങളൊന്നും അധികം ഇല്ലാണ്ട് ഇങ്ങനെ ബോറാവില്ല. അപ്പോൾ എന്തായാലും വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല സ്പേസാണ്. ബോട്ടിങ്ങും പാരാഗ്ലൈഡിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ഐലാൻഡ് ഉണ്ട് അടുത്ത്, അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ബോട്ടിങ്ങൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ നമുക്ക് റിട്ടേൺ രാത്രി ആകുമ്പോഴത്തേനും ഇവിടെ ഷാർജയിലെത്തണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഐലാൻഡിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാം. ഐലാൻഡിലേക്കുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ, നെക്സ്റ്റ് ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ യാത്ര തിരിക്കുകയാണ് കോർഫുക്കാൻ ബീച്ചിൽ നിന്ന് ഷാർജയിലേക്ക്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവാതെ തന്നെ നമ്മളവിടുന്ന് റിട്ടേൺ പോകുന്നു. പിന്നെ അതേപോലെ ഈ ഒരു ടണൽ രാത്രിയാണ് ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ടുള്ളത്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടണലാണ് ഇത്. ഐ തിങ്ക് 2700 മീറ്ററോളം ഈ ഒരു ടണൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കുറച്ച് സ്പീഡിൽ എടുത്തുകൊണ്ടാണ് ഈ ഒരു ടണൽ നമുക്കത്രയും വീഡിയോ ലെങ്തി ആയിട്ട് തോന്നാത്തത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ പോണ വഴിയിലുള്ള ഒരു മാർക്കറ്റാണിത്. അതായത് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആയിട്ടുള്ള നല്ലൊരു മാർക്കറ്റാണ്. അപ്പോൾ ഹോൾസെയിലായതുകൊണ്ട് തന്നെ നല്ല ചീപ്പാവും എന്ന് വിചാരിച്ചു റേറ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരിക്കലും അല്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും കണ്ടുമുട്ടാം. ന്യൂ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ അലോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു, ബൈ.